ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് എൻ്റെ അമ്മായിമ്മ പോലെടുക്കാൻ അത്ര പോരെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ എന്നെ കൊണ്ട് കഴിപ്പിച്ച് എന്തോ സുഖം കണ്ടെത്താറുണ്ട്. ഈ സാധനം മേശപ്പുറത്തിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ സാധനം അപ്പുറത്തെ രാജചേച്ചിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ചേനപ്പൂവാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ അമ്മയ്ക്ക് കാണാനൊരു രസത്തിന് കൊണ്ടേ വെച്ചിരിക്കുന്നതാണെന്ന്. കുറച്ച് കഴിഞ്ഞ് അമ്മ അതെടുത്ത് അരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് ഇതാണ് തോരൻ. പെട്ടു ഗൈസ്. കൈ കിട്ടുന്ന എല്ലാ ഇലയും തോരൻ വെക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. ഇനി റബ്ബറിൻ്റെ ഇല മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബൈ ദ ബൈ, പോഷക ഗുണങ്ങൾ ഏറെയുള്ള ചേനപ്പൂവ് എങ്ങനെ തോരൻ വയ്ക്കാം എന്ന് നമുക്ക് കാണാം. ചേനപ്പൂവ് പുനുപുന എന്നൊരു സൈഡ് മാറ്റി വയ്ക്കുക. തേങ്ങ, ഉള്ളി, കാന്താരി, കറിവേപ്പില മിക്സിയിലിട്ടൊരു ഒറ്റ കറക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത് മൂന്നും അതിലേക്ക് തട്ടുക. ഇപ്പം നമ്മൾ തട്ടിയ സാധനങ്ങൾ കരിയുന്നതിന് മുന്നേ കുനുകുനാന്നരിഞ്ഞു വെച്ച ചേനപ്പൂവ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. ഉപ്പിടാൻ മറന്നുപോലെ. ഇനി ഇതിൽ തേങ്ങ, ഉള്ളി, കാന്താരി, കറിവേപ്പില ചേർത്ത് ചതച്ചതും ഇച്ചിരി വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. ഇത് വേകാൻ അധികം സമയമൊന്നും എടുക്കുകയല്ല, അതുകൊണ്ട് ഇട്ടേച്ചെങ്കിലും പോയേക്കല്ലേ. ഇനി കുറച്ച് നേരം തുറന്നു വെച്ചിളകി ഇതിൻ്റെ വെള്ളം പറ്റിച്ചു കഴിഞ്ഞാൽ ചേനപ്പൂവ് തോരൻ റെഡി.